Hello guys, welcome back my YouTube channel. It's me Hacker JD. Okay, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ലിനക്സിനെ പറ്റിയുള്ള കുറച്ച് കമാൻഡും കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ടെക്നിക്കൽ സൈഡിൽ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്, ഫണ്ടമെന്റൽ ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എത്തിക്കൽ ഹാക്കിംഗ് എന്താണ്, ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, ഈ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ റെക്കനസൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ശരിക്കും എത്തിക്കൽ ഹാക്കിങ്ങിന് പല പല ഫേസസ് ആണ് ഉള്ളത്. അതിൽ റെക്കനസൻസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. അതിൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, നെറ്റ്വർക്ക് സ്കാനിങ്, അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം വാട്ട് ഈസ് എത്തിക്കൽ ഹാക്കിംഗ്, ഹൂ ഈസ് ഹാക്കർ, ഹൂ ഈസ് പെൻട്രേഷൻ ടെസ്റ്റർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എത്തിക്കൽ ഹാക്കിംഗ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഹാക്കിംഗ് തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഹാക്കിംഗ് എന്നൊരു ചോദ്യം അവിടെ വരാം. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ മൊബൈലോ ലാപ്ടോപ്പോ, അതായത് ഡിജിറ്റൽ അസറ്റിന് നമ്മൾ ഹാക്ക് ചെയ്ത് ആക്സസ് എടുക്കുക എന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഹാക്കിംഗ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ചോദ്യം വരാം, ആക്സസ് എടുക്കുക എന്ന് പറഞ്ഞല്ലോ, എന്തിനെയാണ് നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആക്സസ് ചെയ്യുന്നത് നമ്മൾ ഡേറ്റയാണ് ആക്സസ് ചെയ്യുന്നത്. ഡേറ്റ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ഡേറ്റ ഇല്ലെങ്കിൽ ദർ ഈസ് നോ യൂസ് ഓഫ് ഇന്റർനെറ്റ്, ദർ ഈസ് നോ നീഡ് ഓഫ് സൈബർ സെക്യൂരിറ്റി. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഡേറ്റയിലേക്ക് ആക്സസ് ചെയ്യുന്ന കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റയിലേക്ക് ആക്സസ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യുക, ഡേറ്റ ഡിലീറ്റ് ചെയ്യുക, ഡേറ്റ മോഡിഫൈ ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റണം. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോൺഫിഡൻറ്റാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ട്രേഡ്, CIA ട്രേഡ് നമ്മൾ വിളിക്കും. ഓക്കെ, ഇവിടെ കോൺഫിഡൻറ്റാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി എന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ പോയിട്ട് CIA ട്രേഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ 3 കാര്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, ഇതാണ് CIA ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ എന്തും ചെയ്യുന്നതിന്റെ ഒരു ഫണ്ടമെന്റൽ നീഡ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ അച്ചീവ് ചെയ്യുകയാണ്. ഈ 3 കാര്യങ്ങളോ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അച്ചീവ് ചെയ്യുക എന്നതാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി കൊണ്ടുള്ള ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, സൈബർ സെക്യൂരിറ്റി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ CIA ട്രേഡ് അച്ചീവ് ചെയ്യലാണ്. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ കോൺസെപ്റ്റ് കോൺഫിഡൻറ്റാലിറ്റി. കോൺഫിഡൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഡേറ്റയുടെ ഒരു രഹസ്യ സ്വഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നു, വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഹലോ എന്നൊരു മെസ്സേജ് എന്റെ ഫ്രണ്ടിന് ഞാൻ അയച്ചു. അപ്പൊ ഇത് കാണാനുള്ള അതോറിറ്റി ഉള്ളത് ആർക്കാണ്? എനിക്കും എന്റെ ഫ്രണ്ടിനുമാണ്. ഓക്കെ, ഈ മെസ്സേജ് റീഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പെർമിഷൻ ആർക്കാണ്? എനിക്കും എന്റെ ഫ്രണ്ടിനുമാണ്. അപ്പൊ അതോറിറ്റി ഉള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്താണ്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആള് വന്നിട്ട് നമ്മുടെ ഈ ഡേറ്റയെ കണ്ടു. ഓക്കെ, നമ്മൾ ഈ ഡേറ്റയെ ബ്രേക്ക് ചെയ്തു. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആള് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹാക്കർ വന്നിട്ട് നമ്മുടെ മെസ്സേജ്, അതോറിറ്റി ഉള്ളത് എനിക്കും എന്റെ ഫ്രണ്ടിനും ആണല്ലോ. അപ്പം അതോറിറ്റി ഉള്ള എനിക്കും എന്റെ ഫ്രണ്ടിനാണ്. അപ്പൊ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആള് വന്ന്, അതായത് ഹാക്കർ വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്റെ ഈ മെസ്സേജ് അവിടുന്ന് കാണാൻ പറ്റി. അപ്പൊ നമുക്ക് വിളിക്കാം കോൺഫിഡൻറ്റാലിറ്റി ബ്രോക്കൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് കോൺഫിഡൻറ്റാലിറ്റി എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കോൺഫിഡൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഡേറ്റ ഈസ് സെക്യൂർ ഫ്രം ബീങ് സീൻ ബൈ അൺഓതറൈസ്ഡ് പേഴ്സൺ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്താണ്? ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാലും ഡേറ്റ ഈസ് സെക്യൂർ ഫ്രം ബീങ് മോഡിഫൈഡ് ബൈ അൺഓതറൈസ്ഡ് പേഴ്സൺ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഞാൻ എന്റെ ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു വാട്സപ്പ് വഴി. അപ്പൊ ഇത് രണ്ടും കാണാനുള്ള അതോറിറ്റി ഉള്ളത്, എഡിറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത്, മോഡിഫൈ ചെയ്യാനുള്ള അതോറിറ്റി ഉള്ള ആർക്കാണ്? ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ എന്താണ്, ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആള് വന്ന് ഇതിനെ
എന്താണ് മോഡിഫൈ ചെയ്യോ എഡിറ്റ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡേറ്റനെ മോഡിഫൈ ചെയ്യോ എഡിറ്റ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ വിളിക്കാം എന്താണ് ഇന്റഗ്രിറ്റി ബ്രോക്കൺ എന്ന് പറയാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഡേറ്റ ഈസ് സെക്യൂർ ഫ്രം ബീങ് മോഡിഫൈ ബൈ അൺഓതറൈസ്ഡ് പേഴ്സൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡേറ്റ ഈസ് സെക്യൂർ ഫ്രം അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡേറ്റ ഈസ് സെക്യൂർ ഫ്രം മേക്കിംഗ് അൺഅവൈലബിൾ ബൈ അൺഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറയാം. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേറ്റനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്റെ ഹാക്കായി. ഒരു ഹാക്കർ വന്ന് ഹാക്ക് ചെയ്തിട്ട് എന്താണ് എന്റെ അവൈലബിലിറ്റിയെ ഇല്ലാതാക്കി. അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്തു, മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്തു, നമ്പർ ചേഞ്ച് ചെയ്തു. എന്നിട്ട് പിന്നീട് എന്താണ് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവിടെ കിട്ടുന്നില്ല, അവൈലബിലിറ്റി അവിടെ നഷ്ടപ്പെട്ടു. അതിനാണ് നമ്മൾ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കാര്യം അച്ചീവ് ചെയ്യലാണ് സൈബർ സെക്യൂരിറ്റിയുടെ കൊണ്ടുള്ള ഒരു ഉദ്ദേശം. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഹാക്കറിനെ പറ്റിയാണ്. ഹാക്കർ എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുള്ളത് കുഡിയൊക്കെ ഇട്ട് ഇരുണ്ട റൂമിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ആ രീതിയിലാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക, ഹാക്കർമാരെ പറയുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാക്കറിനോട് മുന്നിൽ നിന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ കുടി, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഹാക്കർ 3 ടൈപ്പ് ഓഫ് ഹാക്കർ ഉണ്ട്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ, ഗ്രേ ഹാറ്റ് ഹാക്കർ, വൈറ്റ് ഹാറ്റ് ഹാക്കർ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവർ ചെയ്യുന്ന പ്രോസസ് എല്ലാം ഒന്നാണ്. ഇവർ ചെയ്യുന്ന പ്രോസസ് ഒക്കെ ഒന്നാണ്. അതായത് എല്ലാവരും ചെയ്യുന്നത് ഹാക്കിംഗ് തന്നെയാണ്. ഓക്കെ, പക്ഷെ പർപ്പസ് വേറെയാണ്. വാട്ട് ഈസ് ദ പർപ്പസ് എന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇന്റൻഷൻ എന്താണ് എന്നാണ് വ്യത്യാസം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. റീസെന്റ് ആയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അനോണിമസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതൊരു ഹാക്കറിന്റെ ഒരു ഗ്രൂപ്പാണ് അനോണിമസ് എന്ന് പറയുന്നത്. നിങ്ങൾ വാർത്തയിലൊക്കെ കേട്ട് കാണും. ഇപ്പോഴല്ല, കുറച്ച് നാൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഈ റഷ്യ ഉക്രൈൻ വാറൊക്കെ ഉണ്ടായ ടൈമിൽ ഈ റഷ്യയുടെ കുറെ വെബ്സൈറ്റുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഒരു ലോകമാണ് ആവശ്യം. നിങ്ങൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ സൈബർ വാർ ഡിക്ലെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് സൈബർ വാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് നമുക്ക് എന്താണ് വിളിക്കുക, ഹാക്ടിവിസം എന്ന് പറയാം. ഓക്കെ, ഇവിടുത്തെ ഉദ്ദേശം എന്താണ്, ഒരു അജണ്ടയാണ്. അപ്പം അറ്റാക്ക് ചെയ്യുന്നത് പല ഉദ്ദേശമാണ്. അതേപോലെ തന്നെ നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാക്ക് ചെയ്യാം. എക്സാമ്പിൾ, ഞാൻ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് ആ വഴി ഞാൻ അത് കണ്ടെത്തിയിട്ട് ഇല്ലാണ്ടാക്കുക. അപ്പം ആ രീതിയിലും നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഹാക്ക് ചെയ്യാം. ഉപയോഗിച്ച വഴി കണ്ടുപിടിക്കുക, അതിനെ ഇല്ലാണ്ടാക്കുക. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളുടെ പ്രോസസ് ഒന്നാണ്, പക്ഷെ പർപ്പസ് വേറെയാണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കറിനെ കുറിച്ചാണ്. ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റീവാണ്. അവർ ഇന്റൻഷൻ വേറെയാണ്. എന്തെങ്കിലും ഡാമേജ് വരുത്തുക, ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഓക്കെ, നെക്സ്റ്റ് വൈറ്റ് ഹാറ്റ് ഹാക്കറാണ്. വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ മറ്റൊരു പേരാണ്. പല പേരിൽ എത്തിക്കൽ ഹാക്കിംഗ് അറിയപ്പെടുന്നു. അതായത് വൈറ്റ് ഹാറ്റ് ഹാക്കറെന്നും അതേപോലെ പെൻട്രേഷൻ ടെസ്റ്റിംഗും അങ്ങനെ പല പേരുകളും അറിയപ്പെടുന്നുണ്ട് എത്തിക്കൽ ഹാക്കറിന്. ഓക്കെ, പിന്നെ ഉള്ളത് ഗ്രേ ഹാറ്റ് ഹാക്കറിനെ കുറിച്ചാണ്. ഗ്രേ ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എത്തിക്കൽ ഹാക്കിങ്ങിന് ഒരു ആളുടെ സമ്മതത്തോടെയാണ് നമ്മൾ ഹാക്ക് ചെയ്യുന്നത്. പക്ഷെ ഗ്രേ ഹാറ്റ് ഹാക്കർ അങ്ങനെയല്ല. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഹാക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതിന് ശേഷം ആ വെബ്സൈറ്റിന്റെ ഓണറിന്റെ അടുത്ത് ഞാൻ പോയി പറയാണ്, ഇതുപോലെ നിങ്ങളുടെ സൈറ്റിൽ ഇന്ന വൾനറബിലിറ്റീസ് ഉണ്ട് ഓക്കെ എന്ന് ഞാൻ ആ ഓണറിനോട് പറയാണ്. അപ്പൊ ഇവിടെ ഇന്റൻഷൻ നല്ലതാണ്, പക്ഷെ പെർമിഷൻ ഇല്ലാതെയാണ് ചെയ്തത്. അപ്പൊ നമ്മളുടെ ഇന്റൻഷൻ നല്ലതാണെങ്കിലും പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. ഓക്കെ, കുറെ നാൾക്ക് മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവമാണ്. കുറെ നാൾക്ക് മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ്
ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ യൂണിവേഴ്സിറ്റിയുടെ മാർക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവർ ഹാക്ക് ചെയ്തു. അതായത് ഫെയിലായവരെ പാസ്സാക്കാം, പാസ്സായവരെ ഫെയിലാക്കാം. അവർ മാർക്കുകൾ നമ്മുടെ ഇഷ്ടത്തിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന രൂപത്തിലൊരു വൾണറബിലിറ്റി അവർ കണ്ടെത്തി, ആ പയ്യൻ കണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ അറിയിച്ചു, ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് അറിയിച്ചു. അപ്പൊ ഇവിടുത്തെ ഇന്റൻഷൻ നല്ലതായിരുന്നു, പക്ഷെ പെർമിഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ഇവര് കൊണ്ട് കേസ് കൊടുത്തു. അങ്ങനെ കോടതിയായി ബന്ധപ്പെട്ട് കുറെ നാൾ ഓടേണ്ടി വന്നു. ഓക്കെ, അന്ന് സെക്ഷൻ 66A എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇന്റൻഷൻ നല്ലതാണെങ്കിൽ അതൊരു കുറ്റമായിട്ട് അംഗീകരിക്കത്തില്ലായിരുന്നു ഈ സെക്ഷൻ 66A പ്രകാരം. ഓക്കെ, ഇപ്പം നിലവിലില്ല ഈ സെക്ഷൻ 66A എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇപ്പം നിലവിലില്ല, അത് എടുത്തു കളയപ്പെട്ടു. അപ്പൊ നമ്മുടെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്, പോലീസിനെ ഒരു കുറ്റവാളിക്ക് എൻകൗണ്ടർ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ നമുക്ക് പോയിട്ട് ഒരു കുറ്റവാളിയെ പോയി എൻകൗണ്ടർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെ നമുക്ക് പെർമിഷൻ ഇല്ല. ഇവിടുത്തെ ഇന്റൻഷൻ രണ്ടുപേരുടെയും സെയിം ആണെങ്കിലും ബട്ട് പ്രോസസ്സ് സെയിം അല്ല. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ നേരത്തെ വീഡിയോയുടെ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു ഹാക്കിങ്ങിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതിനെപ്പറ്റി നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ റെക്കനസൻസ് എന്ന് വിളിക്കാം, അതേപോലെ തന്നെ ഡേറ്റ ഇന്റലിജൻസ് എന്ന് വിളിക്കാം. അങ്ങനെ പല പേരുകളിലും ഈ ഇൻഫർമേഷൻ ഗ്യാതറിംഗിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ബേസിക്കലി ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നതാണ്. അതായത് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ടാർഗറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ഈ ഇൻഫർമേഷൻ ഗ്യാതറിംഗിന്റെ വേറൊരു സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 2 വരുന്നത്, നെറ്റ്വർക്ക് സ്കാനിങ്. നമ്മൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള സ്കാനിങ് ചെയ്യുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതായത് നമ്മൾ IP അഡ്രസ്സിനെ പറ്റി, അവിടുത്തെ സെർവറിന്റെ ഡീറ്റെയിൽസിനെ പറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷന് കളക്ട് ചെയ്യുന്നതിനാണ് നെറ്റ്വർക്ക് സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൾണറബിലിറ്റി അസസ്മെന്റ്. വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം, നമ്മളിപ്പോൾ ഇൻഫർമേഷൻ രണ്ട് രീതിയിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിനു ശേഷം കുറച്ച് വീക്ക് പോയിന്റ്സുകളൊക്കെ കിട്ടുമല്ലോ, അത് കളക്ട് ചെയ്യുന്നതാണ് വൾണറബിലിറ്റി അസസ്മെന്റ്. അതിനുശേഷമാണ് സ്റ്റെപ്പ് 4 വരിക, ഗെയിനിങ് ആക്സസ്. സിമ്പിൾ ആണ്. ഗെയിനിങ് ആക്സസ് എന്ന് പറഞ്ഞാൽ ആക്സസ് ഗെയിൻ ചെയ്യുക. അതായത് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു, അതിനുശേഷം വീക്ക് പോയിന്റുകളൊക്കെ കളക്ട് ചെയ്തു, പിന്നീടുള്ള എന്താണ്, ആക്സസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെപ്പ് 5, മെയിൻറ്റെയിനിങ് ആക്സസ്. ആക്സസിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഇത്രയും ആക്സസ് എടുത്തല്ലോ, ആക്സസ് എടുത്തതിന് ശേഷം എന്താണ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്താണ്, ഒരു 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് എനിക്ക് തിരിച്ച് ഈ സൈറ്റിൽ ഒന്നും കൂടെ ഹാക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം മുതൽ ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ അപ്പ് ചെയ്യുന്നതിന് പകരം എന്താണ്, ഞാൻ അവിടെ ഒരു ബാക്ക് ഡോർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഈ ബാക്ക് ഡോറിൽ കൂടെ തന്നെ നമുക്ക് ആക്സസ് എടുക്കാൻ പറ്റും. അതിനാണ് പറയുന്നത് മെയിൻറ്റെയിനിങ് ആക്സസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 6. സ്റ്റെപ്പ് 6 എന്താണ് പറയുന്നത്, ക്ലിയറിംഗ് ട്രാക്സ്. ഓക്കെ, അതായത് എവിഡൻസ് ഇല്ലാണ്ടാക്കുക. സിമ്പിളാണ്. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ, അതിന്റെ എവിഡൻസ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുക. ഇത്രയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ ഓരോന്നുമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, വരും ക്ലാസ്സുകളിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട്, നമ്മളിപ്പോൾ ഹാക്കിങ്ങിന്റെ കുറച്ച് സ്റ്റെപ്സുകൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.